ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഒരു കഠിനമായ വേനൽക്കാലത്തിന്റെ പാരമ്യതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സാധാരണ താപനിലയേക്കാൾ വായുവിന് ചൂട് കൂടുന്ന അവസ്ഥ മാത്രമല്ല ഇപ്പോഴുള്ളത്, മറിച്ച് പ്രകൃതിയുടെ പലവിധ ഭാവമാറ്റങ്ങൾ ഒത്തുചേരുന്ന സങ്കീർണമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിനാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പകൽ സമയങ്ങളിൽ മരുഭൂമിയെ ചുട്ടുപൊള്ളിക്കുന്ന കടുത്ത ചൂടും പുലർച്ചെ സമയങ്ങളിൽ കാഴ്ചമറയ്ക്കുന്ന മൂടൽമഞ്ഞും ഉച്ചതിരിഞ്ഞ് വീശിയടിക്കുന്ന ശക്തമായ പൊടിക്കാറ്റും ചേരുമ്പോൾ UAEയിലെ ജനജീവിതം വലിയൊരു ജാഗ്രതാ വലയത്തിലാവുകയാണ്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരും ആഴ്ചകളിൽ എമിറേറ്റുകളിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട യാഥാർത്ഥ്യമാണ്. ജൂലൈ മാസത്തിന്റെ തുടക്കം മുതൽ UAE നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കഠിനമായ കാലാവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പാരമ്പര്യവും ശാസ്ത്രവുമുണ്ട്. അറബിക് കലണ്ടറിലും നാടോടി വിജ്ഞാനങ്ങളിലും ജംറത്ത് അൽ ഖൈദ് എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. വേനലിന്റെ കനൽക്കട്ടകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും കഠിനവുമായ ഏതാനും ആഴ്ചകളെയാണ് പ്രാദേശികമായി ഈ പേരിൽ അടയാളപ്പെടുത്തുന്നത്. ഈ സമയത്ത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതായി അനുഭവപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ താപം പ്രസരിക്കപ്പെടുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ മണലാരണ്യം ആഗിരണം ചെയ്യുന്ന ഈ കടുത്ത ചൂട് രാത്രിയാകുമ്പോഴേക്കും പൂർണ്ണമായി പുറത്തു പോകാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതിന്റെ ഫലമായി വരും ആഴ്ചകളിലും താപനില ഇതേ ഉയർന്ന നിരക്കിൽ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രകൃതിയുടെ ഈ ഭാവമാറ്റം മുൻകൂട്ടി കണ്ട് മനുഷ്യർ തങ്ങളുടെ ദൈനംദിന ജീവിത ക്രമങ്ങളിലും തൊഴിൽ സമയങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാണ്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളായ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് ചൂട് ഏറ്റവും വില്ലനാകുന്നത്. ഇവിടെ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. എന്നാൽ അബുദാബി, ദുബായ് തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ യഥാക്രമം 40 ഡിഗ്രിയും 39 ഡിഗ്രിയുമായിരിക്കും കൂടിയ താപനില. ഒറ്റനോട്ടത്തിൽ നഗരങ്ങളിൽ ചൂട് കുറവാണെന്ന് തോന്നാമെങ്കിലും ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ അന്തരീക്ഷത്തിലെ ഈർപ്പമാണ്. വ്യാഴാഴ്ച പുലർച്ചെയോടെ തീരപ്രദേശങ്ങളിൽ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രവചനം. അബുദാബിയിൽ 20 മുതൽ 60% വരെയും ദുബായിൽ 25 മുതൽ 70% വരെയും ആർദ്രത ഉയരാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ ശരീരം വിയർക്കുമെങ്കിലും അത് എളുപ്പത്തിൽ ഉണങ്ങിപ്പോവില്ല. ഇത് മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂടിന്റെ തീവ്രത ഇരട്ടിയാക്കുകയാണ്. വായു സഞ്ചാരം കുറയുന്ന രാത്രി സമയങ്ങളിൽ ഉയർന്ന ആർദ്രത കാരണം അസഹനീയമായ ഉഷ്ണം അനുഭവപ്പെടുകയും ഇത് ഉറക്കക്കുറവിനും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാവുകയും ചെയ്യും. ഈ വേനൽക്കാലത്ത് UAEയിലെ ഡ്രൈവർമാരും യാത്രക്കാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റോഡുകളിലെ ദൃശ്യപരത പെട്ടെന്ന് കുറയുന്നു എന്നതാണ്. തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് ചില സമയങ്ങളിൽ 40 കിലോമീറ്റർ വരെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കാറ്റിന്റെ വേഗത കൂടുമ്പോൾ തുറസായ പ്രദേശങ്ങളിലും മരുഭൂമി പാതകളിലും കടുത്ത പൊടിക്കാറ്റ് രൂപപ്പെടുന്നു. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയുന്നത് ഡ്രൈവർമാരുടെ കാഴ്ചയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തും. മറ്റൊരു പ്രതിഭാസം പുലർച്ചെ സമയങ്ങളിൽ രൂപപ്പെടുന്ന കട്ടിയുള്ള മൂടൽമഞ്ഞാണ്. ഇതിനെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യപരത ഗണ്യമായി കുറയുന്ന സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റോഡരികിലെ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വേഗപരിധി പ്രദർശിപ്പിക്കാറുണ്ട്. ഇത് അവഗണിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ സുരക്ഷിത അകലം പാലിക്കുകയും ഫോഗ് ലൈറ്റുകൾ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുക വഴി മാത്രമേ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. കരയിലെ താപനിലയും കാറ്റും കടലിലെ സ്ഥിതിഗതികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ UAEയിലെ കടൽ പൊതുവെ ശാന്തമാണെന്ന് തോന്നാമെങ്കിലും അറേബ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചില സമയങ്ങളിൽ കാര്യങ്ങൾ മാറിമറിയാം. ഇവിടെ പെട്ടെന്ന് തിരമാലകൾ ശക്തമാകാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും ചെറിയ ബോട്ടുകളിലും വള്ളങ്ങളിലും വിനോദയാത്രയ്ക്ക് പോകുന്നവരും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതേസമയം ഒമാൻ കടൽ തീരങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നും അവിടെ കടൽ പൊതുവെ ശാന്തമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കടലിൽ പോകുന്നവർ കൃത്യമായ ആശയവിനിമയ സംവിധാനങ്ങൾ കൈവശം കരുതുകയും അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയും വേണം. കഠിനമായ ഈ വേനൽക്കാലത്തെ സുരക്ഷിതമായി മറികടക്കാൻ വ്യക്തിപരമായ മുൻകരുതലുകൾ അത്യാവശ്യമാണ്. ഉച്ചസമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുകയാണ് ഏറ്റവും പ്രധാനം. UAE സർക്കാർ നടപ്പിലാക്കുന്ന ഉച്ചസമയത്തെ നിർബന്ധിത വിശ്രമ നിയമങ്ങൾ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളും പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം.
ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം, ഹീറ്റ് സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ ഇത് സഹായിക്കും. ഒപ്പം കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ആശ്വാസം നൽകും. പ്രകൃതി അതിന്റെ കഠിനമായ ഭാവം പുറത്തെടുക്കുമ്പോൾ കൃത്യമായ അറിവും മുൻകരുതലുകളും ഉത്തരവാദിത്ത ബോധവുമുള്ള പെരുമാറ്റവും കൊണ്ട് മാത്രമേ നമുക്ക് ഈ ജംറത്ത് അൽ ഖൈദ് കാലത്തെ സുരക്ഷിതമായി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.